Hey guys, welcome to foodienomad_vlogs. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്നാക്സ് റെസിപ്പിയാണ്. സോസേജ് റോൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പേസ്ട്രി ഷീറ്റ് ബോർഡിൽ വെച്ചിട്ട് നല്ലോണം പരത്തിയെടുക്കാം. എന്നിട്ട് അതിന്റെ നടുവിലേക്ക് ഇതുപോലെ സോസേജസ് വെച്ച് കൊടുത്ത് സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് സിക്സാക്ക് ആയിട്ട് മടക്കിയെടുക്കാം. ഞാനിവിടെ രണ്ട് രീതിയിൽ സോസേജ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നത് ലോങ് ഫോമിലും ഒന്നത് ഫ്ലവർ ഷേപ്പിലും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പേസ്ട്രി ഷീറ്റിന്റെ മുകളിൽ കുറച്ച് ചീസും സോസേജ് കട്ട് ചെയ്തും വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ എൻഡ്സ് രണ്ടും കൂടെ ഇതുപോലെ ജോയിൻ ചെയ്ത് ഡോണറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇവയുടെ മഞ്ഞ വെച്ചിട്ടാണ് നമ്മൾ എഗ് വാഷ് ചെയ്യുന്നത്. എല്ലാ പഫിലും ഇതുപോലെ എഗ് വാഷ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ഹാഫ് ആൻ അവർ. അതോടൊപ്പം തന്നെ നമുക്ക് കുക്കിംഗ് പോട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഒരു 10 മിനിറ്റത്തേക്ക്. അതിനുശേഷം നമ്മൾ നേരത്തെ കവർ ചെയ്ത പഫ് പേസ്ട്രി ഷീറ്റ്സ് ഒരു ബേക്കിംഗ് ടിന്നിൽ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് ടിന്നിന്റെ അടിയിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യണം. എന്നിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം 45 മിനിറ്റ്സ്. ഇതൊന്ന് ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ഇതുപോലെ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം വേവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഓവനൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സോസേജസ് കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്.